നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏകപക്ഷീയമായ രീതിയിൽ ആൾക്കാരുടെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പറയാം, നമ്മുടെ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കലാപരിപാടി അടുത്ത കാലത്തായി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ വേടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യമേ തന്നെ വേടൻ എന്ന് പറഞ്ഞ കലാകാരനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ വേടൻ പറയുന്ന പല രാഷ്ട്രീയവും ഇന്നത്തെ കാലത്ത് കുത്തിത്തിരിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കുത്തിത്തിരിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നൊക്കെ പറയത്തില്ല, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ പേരിനോടൊപ്പമുള്ള നായർ എന്ന് പറയുന്ന വാല് കണ്ടിട്ട് ഒരു വ്യക്തി ഇരുന്നവരെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ വേടൻ പാട്ടിൽ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സൈഡിൽ പെടുന്നവർ മാത്രമല്ല ഈ ജാതിയുടെ ഇര എന്ന് ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്. അതിൻ്റെ ഒരു ഇരയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒരു ജാതിവാലുള്ളതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ടൊരു ഡെപ്യൂട്ടി തഹസിൽദാർ അപമാനിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തിൻ്റെ പേരിൽ അവർ ആ ഡെപ്യൂട്ടി തഹസിൽദാറിനെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാനോ ഉപദ്രവിക്കാനോ ജാതിപരമായി ഇതിനു മുമ്പ് ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരുടെ പേരിനോടൊപ്പം വാല് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചിലപ്പം ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കും, അവരുടെ കൾച്ചർ, അവരുടെ വിശ്വാസം അവർ മുമ്പോട്ട് കൊണ്ടുവന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഒരു പൂണൂര് കാണും. ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് ചില ആൾക്കാർക്ക് ഇവനെ കാണുമ്പോൾ എനിക്ക് ചൊറിച്ചിലാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ജാതിയോടൊപ്പം തന്നെ റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് അവരെ കാണുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്, അവൻ അതാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന ആൾക്കാരും തിരിച്ചുണ്ട്. പഴയ പോലെ തന്നെ ഈ കാസ്റ്റിൻ്റെ പേര് ഇത് രണ്ടും മാറേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്കിടയിലൊക്കെ ഈ ചിന്ത കുറഞ്ഞു വരുമായിരുന്നു. പക്ഷേ ഈ പാട്ടിലൂടെ യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന കലാകാരന്മാരൊക്കെ ഇങ്ങനെ ഈ ജാതി ചിന്ത കുത്തിക്കയറ്റുമ്പോൾ അവരിലേക്കും ജാതിയുടെ ഒരു സ്പിരിറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ജാതി ചിന്ത കേരളത്തിലില്ല, എല്ലാം ഇല്ലാതായി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇന്നലെ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ രാഷ്ട്രീയം കാണാൻ സത്യത്തിൽ നമുക്ക് ചിരി വരും. ഞാൻ ആ വ്യക്തിയുടെ പ്രൊഫൈലിൽ കയറി നോക്കാൻ നേരത്ത് ആ വ്യക്തി ഒരു ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഇപ്പം അവൈലബിളായിട്ട് നിങ്ങളും കണ്ടു കാണും സോഷ്യൽ മീഡിയയിലേക്ക്. അതിന് പി ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM-ൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അവർ ഈ അടുത്ത സമയത്ത് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടറിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ വിഷയത്തിൽ പ്രതിയായ ഒരു സ്ത്രീയാണ്. അവരെ പബ്ലിക്കായി പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടൊരു വ്യക്തിയാണ്, ജാതി പറഞ്ഞ് ആക്ഷേപിച്ച വ്യക്തി. അപ്പോൾ എന്തായാലും ഒരു BJP-യുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടർ എന്തായാലും CPM-ൻ്റെ സംസ്ഥാന കണ്ണൂരിലെ നേതാവിനെ പിന്തുണയ്ക്കും എന്ന് അരിയാരം കഴിക്കുന്നവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജാതി മരമാണ് ജാതി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വർഗീയത തൊലയട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഈ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവർ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒരു വീട് പണി നടത്തിയും അവരൊന്ന് വീട്ടിൽ കയറി ഒരു ദിവസമെങ്കിലും ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ജാതിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ വേടൻ്റെ കേസ് നോക്കുക. വേടൻ ഇന്നലെ റിപ്പോർട്ടർ ടിവിക്കകത്ത് വന്നിട്ട് അരുൺകുമാറാണ് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-3 കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പാണുള്ളത്. ആദ്യത്തെ കാര്യം, രാമൻ ജയ് ശ്രീറാം എന്ന് കേൾക്കാൻ നേരത്തെ വേടൻ ഓർമ്മ വരുന്നത് ആളുകളെ തല്ലിക്കൊല്ലുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെന്തായാലും വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റാണ്. അരുൺകുമാർ എന്തുകൊണ്ട് അത് തിരുത്തിയില്ല? ഉത്തരവാദിത്തമായിട്ടൊരു മാധ്യമപ്രവർത്തകൻ ഒരു കാരണവശാലും അംഗീകരിക്കാനോ പിന്തുണയ്ക്കാനോ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെ പേരിൽ പല ആൾക്കാരും ക്രൂരത ചെയ്യുന്നുണ്ട്. അത് എല്ലാ മതത്തിലും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ ആളുകളെ തല്ലിക്കൊല്ലുന്നതാണ് തോന്നുന്നതെന്നൊക്കെ പറയാൻ ഇത്ര എക്സാമ്പിൾ സഹിതം അരുൺ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ മാസമാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായത് നമ്മുടെ കാശ്മീരിൽ. അന്ന് മതം പറഞ്ഞ് മതം തിരക്കി മനുഷ്യരില്ലാതാക്കാൻ നേരത്ത് നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇത് ഭീകരവാദികളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡിവൈഡ് ചെയ്യുക ആൾക്കാരെ, ഇതാണ് ഇവരുടെ ഉദ്ദേശം, നമ്മളതിന് നിന്ന് കൊടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അരുൺകുമാറിനെ പോലുള്ള ആൾക്കാർ അന്ന് ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഹോളി ബുക്കിലെ വചനമൊക്കെ എടുത്ത് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു, സ്നേഹത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെ യോജിക്കുന്ന ഒരാളാണ്, പിന്തുണയ്ക്കുന്ന ഒരാളാണ്. നമ്മൾ ആ സമയത്ത് ഒരുപോലെയാണ് നിൽക്കേണ്ടത്. എന്നാൽ അതേ അരുൺകുമാർ എന്തുകൊണ്ടാണ് വേടനെ പോലുള്ള ആൾക്കാർ രാമനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്ത് അങ്ങനെയല്ല, രാമായണത്തിൽ നല്ലൊരു വാക്യമൊക്കെ പറഞ്ഞിട്ട്
രാമനെ വിശ്വസിക്കുന്നതും രാമൻ എന്ന് പറയുന്ന വാക്കുമായി മുമ്പോട്ട് പോകുന്നവരും വിശ്വാസപരമായിട്ടും ബാക്കിയുള്ളവരെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്, പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. രാമൻ എന്ന് പറയുന്ന വിശ്വാസം മുമ്പോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ പറയും കേരളത്തിൽ രാമനെ ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. രാമൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, രാമായണം വായിക്കുന്ന അമ്മമാരുണ്ട്, രാമായണം വായിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, വിശ്വാസപരമായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പിന്നെ ഈ ജയ് ശ്രീറാം എന്നൊക്കെ പറയുന്നത് ഓരോ ഭാഷയുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ രാമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം വിട്ടു പോകാൻ നേരത്ത് പല സ്ഥലത്തും രാം എന്ന് പറയാറുണ്ട്, ജയ് ശ്രീറാം കാണുമ്പം പറയാറുണ്ട്. ഇപ്പം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ പള്ളിയിലച്ചന്മാരൊക്കെ പറയാറുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ അവർ പരസ്പരം പറയുന്ന പോലെ, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പരസ്പരം പറയുന്ന പോലെ അവിടെ പറയുന്നത് ജയ് ശ്രീറാം എന്നാണ്. ഈ വാക്ക് കേൾക്കാൻ നേരത്ത് ആളുകളെ തല്ലിക്കൊല്ലുന്നതാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോപണമായിപ്പോയി. അത് തിരുത്തേണ്ട ഒരു ആരോപണമാണ്, അത് തെറ്റായ ഒരു ആരോപണമാണ്. ഇപ്പം ഈ വേടൻ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, എനിക്ക് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഒരു വചനം കേൾക്കാൻ നേരത്ത് ഓർമ്മ വരുന്നത് കാശ്മീരിലെ ഭീകരവാദികളെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ അത് അംഗീകരിച്ചു കൊടുക്കുമോ? അവിടെ തിരുത്തത്തില്ലേ? എന്തുകൊണ്ട് ഇവിടെ തിരുത്തിയില്ല? അതൊരു ചോദ്യമാണ്. ഇവിടെ ആർക്കും എന്തും ചെയ്യാൻ പറയുന്ന, അല്ലെങ്കിൽ ആർക്കും എന്തും ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നുണ്ട് വേടൻ. സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നത്, സുരേഷ് ഗോപിയെ ഇവിടെ ആൾക്കാർ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഈ തൃശ്ശൂരിലെ ആൾക്കാർക്ക് പറ്റുന്ന തെറ്റാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നത് കേട്ടു. നമ്മൾ ആലോചിക്കുക, 3 സ്ഥാനാർത്ഥികൾ, ജനാധിപത്യ രീതിയിൽ നടന്ന ഒരു ഇലക്ഷൻ, 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിക്ക് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇത് തൃശ്ശൂരിലെ ജനങ്ങളുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങളെ വോട്ട് ചെയ്തവരെ കളിയാക്കുന്ന രീതിയല്ലേ. ഇനി എന്തെന്ന് വെച്ചാൽ വെറുതെ വോട്ട് ഇളക്കിയിട്ടാണോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത്? അല്ല, ജനങ്ങളുടെ വോട്ട് നേടി. അത് 70,000 വോട്ടിൻ്റെ, കേരളം പോലൊരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയ ഒരു വ്യക്തിയാണ് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ആൾക്കാർ എന്തുകൊണ്ടാണ് കൊല്ലം എംഎൽഎയായിട്ട് മുകേഷിൻ്റെ പേര് പറയാത്തത്? ഒരു വിപ്ലവ പാർട്ടി സ്ഥാനാർത്ഥിയൊക്കെയാണ്. രാത്രി ഒരു കുട്ടിക്ക് വിളിച്ച് ഒരു സഹായം ചോദിക്കാൻ പറ്റാത്ത ഒരു MLA ചീത്ത വിളിക്കുക, ബഹളം വെക്കുക, ഭീഷണിപ്പെടുത്തുക. ഇങ്ങനൊരു വ്യക്തിക്കെതിരെ വേടനെപ്പോലുള്ള ആൾക്കാർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ്റെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം ഇന്ന് കേരളം ഭരിക്കുന്ന ആൾക്കാർ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണ സ്വീകരിക്കുന്ന രീതിയിലേക്ക് വേടൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ മുഖം ആലോചിച്ചിട്ട് വേടനൊക്കെ പിന്തുണ സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന് കേരളത്തിൽ ഈ ജാതിയെ പറ്റി ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ആരുടെ പാർട്ടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എനിക്ക് ചോദിക്കുള്ളത്, ഏഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഇത്രയും നാൾ നിങ്ങളിവിടെ ഭരിച്ചിട്ടും നിങ്ങളുടെ ഐഡിയോളജി, ഇപ്പോഴും ഇവിടെ കാസ്റ്റ് ആണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയോളജി വമ്പും പരാജയമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് മൂല്യമല്ലേ? ഇവിടെ വെറുതെ ഈ സുരേഷ് ഗോപിയെ മാക്സിമം ആൾക്കാർ, ഞാൻ വിമർശിക്കേണ്ട ഭാഗത്തൊക്കെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ സുരേഷ് ഗോപിയെ മാക്സിമം ആൾക്കാർ വെറുതെ പിന്നാലെ കിടന്ന് ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. അതേസമയം എന്തുകൊണ്ടാണ് മുകേഷിന് വേടൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത്? കൊല്ലത്തെ ആൾക്കാർ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിയല്ലേ, എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത്? അവിടെ ചില ആൾക്കാർ ചില പാർട്ടി നോക്കി പിന്തുണയ്ക്കുന്നു. ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ ഞാനൊന്ന് എടുത്തു പറയാം. സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുന്ന മാധ്യമങ്ങൾ പിന്നാലെ നടക്കുന്നു, കുറേ റിപ്പോർട്ടർമാർ പിന്നാലെ നടക്കുന്നു, കുറേ വിവാദം ഉണ്ടാക്കുന്നു, സ്ത്രീപരമായിട്ടുള്ള വിവാദം ഉണ്ടാക്കുന്നു. അതൊക്കെ ആദ്യമേ അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഒരു പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ സുരേഷ് ഗോപി പോയിട്ട് ലൂർദ് മാതാവിന് ഒരു കിരീടം കൊടുത്തു, അവരുടെ ഫാമിലിയായിട്ട്, അവരുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്. ഇതിന് പിന്നാലെ നടന്ന് കുറേ ആൾക്കാർ വിവാദം ഉണ്ടാക്കുക. ഇതൊക്കെ എവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ചെമ്പ് ഗോപി എന്ന് വിളിക്കുക. പള്ളിക്കാർക്കില്ലാത്ത പ്രശ്നമാണ് മീഡിയക്കാർക്കുള്ളത്. ഒരു കുറേ വട്ടം ചുറ്റിയിരുന്ന് കുറേ ഡയലോഗ് ഓടിക്കുന്ന മീഡിയക്കാരുണ്ട്. ഇവരിവിടെ ഇരുന്ന് ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹിന്ദു വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് എന്താ സത്യത്തിലും? ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായല്ലേ. ഇപ്പം ഈ CPM പറഞ്ഞു PDPയുടെ പിന്തുണ വേണമെന്നൊക്കെ പറഞ്ഞു. ആരാ PDP? അപ്പോൾ ഇപ്പം ഇവർ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്നൊക്കെ പറയും. ഇതൊക്കെ നേരത്തെ ഇത് RSSൻ്റെ ഇരുവശമാണ്, ഇവർ തള്ളിപ്പറയേണ്ടവരാണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിനെ ഇപ്പോൾ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? കേരളത്തിലില്ലാത്ത BJPയുടെ പേരിൽ. കേരളത്തിൽ BJPക്ക് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ല. ആ BJPയുടെ പേരും പറഞ്ഞ് ഇവർ കണ്ട ടീമിൻ്റെ ഫുള്ള് വോട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ ഇതുപോലെ ജാതിപരമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ മാക്സിമം സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ, മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഈ വേടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ റിപ്പോർട്ടർ റിവ്യൂവിൽ വന്ന രാമൻ എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാം എന്ന് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നതാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വേടൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഒരു പ്രത്യേക ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജാതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമൊന്നും ഉള്ളതല്ല. കൃത്യമായ രീതിയിൽ പറയാം, ഇത് പല പേര് പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലെന്നുണ്ടെങ്കിലും മറ്റ് കമ്മ്യൂണിറ്റി നോക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റി കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വന്നിട്ട് വേടനെ പിന്തുണച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇതേ ഉസ്താദ് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്
ഒരു ഉസ്താദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് ഉസ്താദ് പറഞ്ഞു വെക്കുന്നത്. ഇതേ ഉസ്താദാണ് ഈ അടുത്ത സമയത്ത് ഒരു പ്രായമായ അമ്മ, ഒരു വിധവയായ സ്ത്രീ ഒരു മണാലിയിൽ പോയി അവർ മഞ്ഞിലൊന്ന് കളിച്ചു, പ്രായമായ വീട്ടിലിരിക്കണം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീക്ക് ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരാളാണ് വേടന് പിന്തുണയായിട്ട് വന്നത്. ഇതൊക്കെ ഒരു അജണ്ടയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഉസ്താദ് പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഇടകലർന്നിരുന്ന് വ്യായാമം ചെയ്യരുത് പബ്ലിക് സ്പേസിൽ, അത് ലിംഗവിവേചനമല്ലേ? ഈ വേടനെ പിന്തുണയ്ക്കുന്നവർ എന്തുകൊണ്ടാണ് ആ ലിംഗവിവേചനം കാണാത്തത്, മിണ്ടാത്തത്? അതുപോലെ തന്നെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, ലിംഗവിവേചനമല്ലേ? വേടനെ പിന്തുണയ്ക്കുന്നവരെന്താ, വേടനെന്താ ഇതുപോലൊരു പാട്ടിറക്കാത്ത? പാട്ടിറക്കി കഴിഞ്ഞാൽ വേടൻ്റെ ഇന്നത്തെ കിട്ടുന്ന സപ്പോർട്ട് മുഴുവൻ പോയില്ലേ? അതുപോലെ തന്നെ പല ആൾക്കാർ ഓണമൊക്കെ ആകുമ്പോൾ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയും. ചില മതപണ്ഡിതന്മാർ അവിടെ പോയി അവരുടെ ഫുഡ് കഴിക്കരുത്, കേക്ക് കഴിക്കരുത്, ഓണം ആഘോഷിക്കരുത്. എന്താ അത് തൊട്ടുകൂടായ്മ അല്ലേ? അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ചില ആൾക്കാർ പറയാൻ നേരത്ത് ജാതിയും, ചില ആൾക്കാർ പറയാൻ നേരത്ത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമായി മാറുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജാതി എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ എല്ലായിടത്തും ഉണ്ട്, ലിംഗവിവേചനവും ഇവിടെയുണ്ട്. എന്നാൽ അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്നു. നമ്മുടെ കേരളത്തിൽ നോക്കുക, ഒരു ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന യൂണിഫോം കൊണ്ടുവന്നു. കുട്ടികൾക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന രീതിയിലേക്ക്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു വസ്ത്രം. ഇവിടെ കുറേ ആൾക്കാർ ഗേറ്റിന് മുമ്പിൽ വന്ന്, സ്കൂളിന് മുമ്പിൽ വന്ന് പ്രതിഷേധിച്ചു, ഗവൺമെൻറ് പിന്നോട്ട് പോയി. നമ്മൾ കണ്ടതല്ലേ. ഇതാരാണ് ഇതിനൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? SNDP ആണോ? അല്ല. NSS ആണോ? അല്ല. അല്ലെങ്കിൽ KPMS ആണോ? അല്ല. പക്ഷെ എന്നാലും ഒരു സൈഡിൽ കൃത്യമായ രീതിയിൽ ജാതി കുത്തിക്കയറ്റി വിഷയം ഉണ്ടാക്കാൻ ചില ആൾക്കാർ നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ DNA കാര്യമൊക്കെ പറയുന്നുണ്ട്, വേടൻ ഇരുന്നിട്ട് ഇതൊക്കെ തലയാട്ടി കൊടുക്കുകയാണ് ഈ അരുൺകുമാർ ഇരുന്നിട്ട്. ഈ DNA പറ്റി പറയുന്ന നേരത്തെ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ രാഷ്ട്രപതിയുടെ പേരെന്താ? ദ്രൗപദി മുർമു. അവരുടെ ഏത് വിഭാഗത്തിൽ നിന്നാണ് ആ സ്ത്രീ വരുന്നത്? ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. മനസ്സിലായില്ലേ? ആ പൊസിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഈ പറഞ്ഞു കൊടുക്കുന്നത്? DNA പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ രാജ്യത്ത് ഇന്ന് അറിയപ്പെടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ, അവരെങ്ങനെയാണ് ആ പോസ്റ്റിലേക്ക് വന്നതെന്ന് കൂടി ആലോചിച്ചാൽ കഴിയുന്ന കേസേ ഉള്ളത്. ഇത് വളരെ മോശപ്പെട്ട രീതിയിൽ ജാതി ചിന്ത ഇന്ന് സൊസൈറ്റിയിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഒരു ഭാഗത്തിൻ്റെ വോട്ട് പല ജാതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിൽ, ഈഴവ അല്ലെങ്കിൽ നായർ എന്നുള്ള രീതിയിൽ, പല KPMS, അങ്ങനെ പല തരത്തിൽ ഇപ്പം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആൾക്കാരെ പലതരത്തിലേക്ക് മാറ്റുക. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങളാണ് ജാതി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർക്ക് വരാം. അങ്ങനെ വന്നിട്ട് അവരുടെ വോട്ട് പിടിച്ച് വെക്കാം. ഇതാണ് ഇവിടുത്തെ കലാപരിപാടി. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പല തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ചിത്രം വെച്ചിട്ട് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ അജണ്ട എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട്, ഞാനൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ നായരും അല്ല, നമ്പൂതിരിയല്ല. പക്ഷേ ഈ അജണ്ട എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഈ ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇപ്പോൾ ഈ നാട്ടിൽ ഈ വലിയ ഡയലോഗ് വിളിക്കുന്ന ഗവൺമെൻറ് ഉണ്ടല്ലോ, ഈ അട്ടപ്പാടിയിൽ ഒരു ഏരിയയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ കൃത്യമായ രീതിയിൽ കെയർ ചെയ്യുന്നില്ല? അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നില്ല? ഇത് ആരാ ചെയ്യേണ്ട? ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് സൈഡിൽ മാറിയിട്ട് വേടനോടൊപ്പം നിന്നിട്ട് നവോത്ഥാനം പറയുക. അങ്ങനെയാണോ നവോത്ഥാനം ചെയ്യേണ്ടത്? ചെയ്ത് കാണിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് വകുപ്പും, നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് പവർ. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ കൃത്യമായ രീതിയിൽ ജാതി പറഞ്ഞ്, ജാതി കുത്തിക്കയറ്റി, വോട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ജാതിപരമായിട്ട് നോക്കാൻ നേരത്ത് രണ്ട് തരത്തിലും പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിലാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ നിറത്തിൻ്റെ പേരിലും അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ സമുദായത്തിൻ്റെ പേരിലും ചില ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ട്. രണ്ട് പ്രശ്നവും മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ കടന്ന് വെറുതെ ആൾക്കാർ കച്ചവടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സുരേഷ് ഗോപിയാണോ ഇഷ്ടം, വേടനെയാണോ ഇഷ്ടം? ഇവരുടെ ആരുടെ നിലപാടാണ്, ഇവരുടെ ആരുടെ ലൈഫാണ്? കാരണം സുരേഷ് ഗോപിയെ ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇവിടെ പല ആൾക്കാരും സുരേഷ് ഗോപിയുടെ മേലെ ഒരു തമ്പ്രാൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം അടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. ചിലതൊക്കെ സുരേഷ് ഗോപിയുടെ അതൊന്നും തെറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുക. ഈ ഫോട്ടോ എടുക്കുന്നതോടൊപ്പം സുരേഷ് ഗോപി ആദ്യമേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെ നിന്ന് പോകുന്ന ആളാണ്.
പതിയെ ആളെ മാറ്റി നിർത്തുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ ഇത് ജാതിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കും. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ട ഒരാളാണ്. ഇതുപോലെ സുരേഷ് ഗോപിയെ ഒരു ജാതി തമ്പ്രാൻ എന്നുള്ള രീതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിലൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. പൊളിറ്റിക്കൽ അജണ്ട. നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ഒരാൾക്കാരോട് പെരുമാറുന്നത് എങ്ങനെയാണ്? രാജാവിനെ പോലെയല്ലേ? ഇതാരാ ചോദ്യം ചെയ്യാത്ത? ഒരു കറുത്ത മാസ്ക് ഇട്ടുകൊണ്ട് നേരത്തെ പോകാൻ പറ്റുമായിരുന്നു ആ വഴിക്ക്? ഒരു കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ പറ്റുമായിരുന്നു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി? ആൾക്കാർ ഒരു കൊച്ചുകുട്ടി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന മറുപടി നമ്മൾ കണ്ടിട്ടില്ലേ? ഇരിക്കവിടെ മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. രാജാവിനെ പോലെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ള നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഇതിനൊക്കെ പറ്റി പറയുന്നത്. ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ചില ആൾക്കാരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് പോയി തലവെച്ച് കൊടുക്കുക അല്ല ഇവിടെ ചെയ്യേണ്ടത്. സുരേഷ് ഗോപി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. സുരേഷ് ഗോപി ഇവിടെ ആൾക്കാർ ആക്ഷേപിക്കാൻ നേരത്ത് സുരേഷ് ഗോപി ബാലതാരമായിട്ട് വന്നു, നടനായിട്ട് വന്നു, അല്ലെങ്കിൽ സഹനടനായിട്ട് വരുന്നു, നടനായിട്ട് വരുന്നു, സൂപ്പർ സ്റ്റാർ ആവുന്നു, രാജ്യസഭയിലേക്ക് വന്നു, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് വിടുന്നു, മന്ത്രിയാവുന്നു. കൃത്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ നമുക്കറിയാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് നമ്മൾ കാണുന്നതാണ്. സുരേഷ് ഗോപിയുടെ വൈഫിനെ എങ്ങനെയാണ് സുരേഷ് ഗോപി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതല്ല സുരേഷ് ഗോപി ഒരു പെട്ടെന്നൊരു ദിവസം കഞ്ചാവ് വലിച്ചിട്ട് അത് ആൾക്കാരെ ന്യായീകരിച്ച് ഫേമസ് ആയതല്ല. അങ്ങനെ ഫേമസ് ആയ ഒരു വ്യക്തിയല്ല. എന്തായാലും എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പിന്തുണയ്ക്കുന്ന ആരാണ്? സുരേഷ് ഗോപിയാണോ വേടനെയാണോ? ഇന്നത്തെ സൊസൈറ്റിക്ക് ആര് പറയുന്നതാണ്, ആര് ചെയ്യുന്നതാണ് കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്നത്, 10 പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചില ആൾക്കാരുടെയെങ്കിലും രാഷ്ട്രീയ അജണ്ടയാണ് ചില വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് പിന്നാലെ പോയി വീഴുക. പിന്നെ വീഴാതിരിക്കുക. ഈ ജാതി എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ലിംഗവിവേചനവും ഐത്തവും പലയിടത്തും നിൽക്കുന്നുണ്ട്. അവർക്കുള്ളിൽ തന്നെ പല തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. ഇത് തമ്മിൽ തല്ലുന്നത് കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണാറുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അരുൺകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ വലിയൊരു വീഴ്ചയാണ്. ഇവിടെ ആൾക്കാർ ആരാധിക്കുന്ന രാമനെ അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒരാൾ അത് തല്ലിക്കൊല്ലുമ്പോൾ മാത്രമാണ് കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ നേരത്ത് അത് തെറ്റാണെന്ന് പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം അരുണുണ്ടായിരുന്നു. തിരിച്ചാണെങ്കിൽ അരുൺ അത് പറയത്തില്ലേ? തിരിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ ദൈവത്തെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ അതിനെ അംഗീകരിക്കുമോ? ഇല്ല. അതൊരു പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.